Good morning, ma'am. Good morning. Good morning. Good morning, Miss. Okay. Okay. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് എന്തൊക്കെയായിരുന്നു? എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത് അല്ലെ? ഏതൊക്കെയായിരുന്നു എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്? നേച്ചർ ഓഫ് ലേബർ മാർക്കറ്റ്, അതുപോലെ ട്രേഡ് യൂണിയൻസ്, ഗവൺമെന്റ് റെഗുലേഷൻസ്, ഇതൊക്കെയായിരുന്നു എന്തെന്ന് പറയുന്നത് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ഓക്കെ, ഔട്ട്കംസ് ഓഫ് എ സെലക്ഷൻ ഡിസിഷൻ. ഓക്കെ, എന്താണ് ഔട്ട്കംസ് എന്ന് പറയുന്നത്? ഔട്ട്കംസ് എന്തായിരിക്കാം? എന്താണ് ഔട്ട്കംസ് എന്ന് പറയുന്നത്? സെലക്ഷൻ ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്കംസ് അല്ലെ? ഏതൊക്കെയാണെന്ന് നോക്കിയേ. ടു പോസിറ്റീവ് ഹിറ്റ്, ഹൈ ഹിറ്റ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ടു നെഗറ്റീവ് ലോ ഹിറ്റ്, false positive error and false negative error are the four potential outcomes of selection decision. Underline ചെയ്ത് വെക്കാം. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയവർ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. നമുക്ക് കിട്ടുന്ന അല്ലെ, ഒരാളെ നമ്മുടെ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്കംസ് ഏതൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ട്രൂ പോസിറ്റീവ് ഉണ്ട്, ട്രൂ നെഗറ്റീവ് ഉണ്ട്, false positive error ഉണ്ട് ആൻഡ് false negative errors. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ഓരോന്നും ചിത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ചിത്രം ഒന്നും വരാറില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇനി എന്തൊക്കെയാണ് ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ് അല്ലെ, അതുപോലെയുള്ള ട്രൂ നെഗറ്റീവ് ഉണ്ട്, ഫാൾസ് പോസിറ്റീവ് ഉണ്ട്, ഫാൾസ് നെഗറ്റീവ് എറർ ഉണ്ട്. അപ്പൊ 4 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പെട്ടെന്ന് തന്നെ ക്ലിക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള എക്സാമ്പിൾസ് മിസ് പറഞ്ഞു തരാം. ഓക്കെ, നമുക്ക് നോക്കാം. ജസ്റ്റ് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. എന്താണ് ട്രൂ പോസിറ്റീവ് എന്ന് പറയുന്നത്, അതുപോലെ ട്രൂ നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു നോട്ട് തരാം മിസ്. ജസ്റ്റ് ഒന്ന് ആ ടെക്സ്റ്റിന്റെ അവിടെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പേജ് എടുത്ത് ഒരു 4 കാര്യങ്ങളാണ് എഴുതാനുള്ളത് കേട്ടോ. ഓക്കെ, റെഡി ആണോ? ഫസ്റ്റ് ഹെഡിങ് കൊടുക്കാം ട്രൂ പോസിറ്റീവ്, എന്നിട്ട് ഇത് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഫസ്റ്റ് ഹെഡിങ് കൊടുക്കാം ട്രൂ പോസിറ്റീവ്. ഇൻ എ സെലക്ഷൻ ഡിസിഷൻ, എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. ഇൻ എ സെലക്ഷൻ ഡിസിഷൻ, എ ട്രൂ പോസിറ്റീവ്, എ ട്രൂ പോസിറ്റീവ് or high hit or high hit refers to the situation, refers to the situation where a qualified candidate, where a qualified candidate, WHERE, where a qualified candidate is correctly identified and selected for a job. ഒന്നുകൂടി വായിക്കാം. ടു പോസിറ്റീവ് എറർ എന്ന് പറഞ്ഞാല് in a selection decision, a true positive or high hit refers to the situation where a qualified candidate is correctly identified and selected for a job. അപ്പൊ എന്താണ് ട്രൂ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു കമ്പനിയിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ എന്താണ്
കറക്റ്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആ പൊസിഷനിലേക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളെ സെലക്ട് ചെയ്യുന്നതിനെയാണ് ട്രൂ പോസിറ്റീവ് എന്ന് പറയുന്നത് അല്ലെ. ആ വാക്ക് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ട്രൂ പോസിറ്റീവ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും യോജിച്ച ആളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആ പൊസിഷനിലേക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് ട്രൂ പോസിറ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കാം, ട്രൂ നെഗറ്റീവ്. ട്രൂ നെഗറ്റീവ്. In a selection decision, a true negative, in a selection decision, a true negative or low heat refers to correctly identifying an individual as unsuitable for the role or unsuitable for the role or program based on the assessment criteria. Okay, ഇവിടെ വായിക്കാം. ട്രൂ നെഗറ്റീവ് എന്ന് പറഞ്ഞാല് in a selection decision, a true negative or low heat refers to correctly identifying an individual as unsuitable for the job or program based on the assessment criteria. അപ്പൊ എന്താണ് ട്രൂ പോസിറ്റീവിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരുന്ന എംപ്ലോയി അല്ലെങ്കിൽ സെലക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എന്താണ് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എന്താണ് ആ വേക്കൻസിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടല്ല അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ല, ക്വാളിഫൈഡ് അല്ല, സ്കില്ലില്ല എന്ന് കരുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അല്ലെ. അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് അല്ല അത് അല്ലെ, അൺസ്യൂട്ടബിൾ ആണല്ലേ, അൺസ്യൂട്ടബിൾ ആണ് ആ പൊസിഷന്, അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കളയും? അക്സെപ്റ്റ് ചെയ്യോ റിജക്ട് ചെയ്യോ? എന്താ ചെയ്യാ? റിജക്ട് ചെയ്ത് കളയോ അല്ലെ. അതിനെയാണ് നമ്മള് ട്രൂ നെഗറ്റീവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ട്രൂ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കമ്പനിയിലേക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ട്രൂ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യുന്നു. അത്രമാത്രം കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. ക്ലിയർ ആണോ? ട്രൂ നെഗറ്റീവ് അല്ലെങ്കിൽ ട്രൂ പോസിറ്റീവ് എന്ന് പറയുന്നത് ഓക്കെ ആണോ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, നിങ്ങളാരും കമന്റ് ഇടുന്നില്ല, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ആണെന്നുള്ളത് കേട്ടോ. ഞാൻ നെക്സ്റ്റ് പറയാൻ പോണു. ഓക്കെ, ഫാൾസ് പോസിറ്റീവ് എറർ. ഹെഡിങ് കൊടുക്കാം, ഫാൾസ് പോസിറ്റീവ് എറർ. A false positive error occurs when a test or prediction incorrectly indicates the presence of a condition, comma, event, presence of a condition, comma, event, or problem when it is actually not present. When it is actually not present. Okay, ഒന്നുകൂടി വായിക്കാം. False positive error.
A false positive error occurs when a test or prediction incorrectly indicates the presence of a condition, event, or problem when it is actually not present. ഇതില് ഫോർ എക്സാമ്പിൾ പറയാം, ഒരാൾക്ക് എന്താണ് അസുഖം ഇല്ല, പക്ഷെ ടെസ്റ്റ് ചെയ്തപ്പോ അസുഖം ഉണ്ടെന്ന് കാണിക്കുന്നു. അതെന്താണ്? ഫാൾസ് പോസിറ്റീവ് എറർ ആണ്. ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് കാണിക്കുകയും അയാൾക്ക് എന്താണ് അസുഖം ഇല്ല. മനസ്സിലായോ? നിങ്ങൾക്ക് കണക്ട് ആവുന്ന രീതിയിൽ പെട്ടെന്ന് ചെറുതാക്കി പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഫാൾസ് പോസിറ്റീവ് എറർ എന്ന് പറഞ്ഞാല് ടെസ്റ്റില് എന്താണ് പോസിറ്റീവ് എന്ന് കാണിക്കുകയും അയാൾക്ക് അസുഖം ഉണ്ടാവുന്നില്ല. മനസ്സിലായോ? അസുഖം ഇല്ല. ഓക്കെ, അയാൾ ഓക്കെയാണ്, നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ടെസ്റ്റ് ചെയ്തപ്പോ എന്താണ് അസുഖം ഉണ്ടെന്ന് കാണിക്കുന്നു. ഓക്കെ, ടെസ്റ്റിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് കാണിക്കുന്നു, ബട്ട് എന്താണ് അസുഖം ഇല്ല. ഇനി ഒന്നും കൂടി കമ്പനിയുടെ ബേസിൽ മിസ് കാണിച്ച് പറഞ്ഞു തരുമ്പോ ക്ലിയർ ആവട്ടെ ഒന്നും കൂടി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്ത്? ഫാൾസ് നെഗറ്റീവ് എറർ. ഫാൾസ് നെഗറ്റീവ് എറർ. ഫാൾസ് നെഗറ്റീവ് എറർ എഴുതിയെടുക്കാം കേട്ടോ. ഫാൾസ് നെഗറ്റീവ് എറർ occurs when a test or system incorrectly indicate that a condition or event is absent when it actually exists. Okay, ഒന്നുകൂടെ വായിക്കാം. False negative error occurs when a test or system incorrectly indicates that a condition or event is absent when it actually exists. Okay, ഇതില് എക്സാമ്പിൾ പറയാം. ഒരാൾക്ക് അസുഖമുണ്ട്, പക്ഷെ ടെസ്റ്റ് ചെയ്തപ്പോ എന്താണ് അത് കാണിക്കുന്നില്ല. ഓക്കെ, ഒന്നും കൂടി വായിക്കാം. ഫാൾസ് നെഗറ്റീവ് എറർ എന്ന് പറഞ്ഞാല് false negative error occurs when a test or system incorrectly indicates that a condition or event is absent when it is actually existent. Okay, അപ്പോ ഇതിനകത്ത് പറയുന്നത് നമ്മൾ നേരത്തെ ഫാൾസ് പോസിറ്റീവ് എററിന്റെ നേരെ ഓപ്പോസിറ്റ് പറയാം. എന്താണ് ഫാൾസ് നെഗറ്റീവ് എറർ എന്ന് പറഞ്ഞാല് അസുഖം, ഒരാൾക്ക് അസുഖമുണ്ട്, പക്ഷെ ടെസ്റ്റിന്റെ ഇത് നോക്കാം നിങ്ങള്. ടെസ്റ്റില് എന്താണ് റിസൾട്ട് കാണിക്കുന്നില്ല. മനസ്സിലായോ? അസുഖമുണ്ട്, ടെസ്റ്റ് നെഗറ്റീവ് ആണ്. മറ്റേത് പറഞ്ഞത് എന്താ? ഫാൾസ് പോസിറ്റീവ് എന്ന് പറഞ്ഞത് എന്താണ്? അസുഖമില്ല, ടെസ്റ്റിൽ പോസിറ്റീവ് ആണ്. ഓക്കെ, കണക്ഷൻ കിട്ടുന്നുണ്ടോ? ഏതെങ്കിലും ഒരെണ്ണം മനസ്സിലാക്കാം കേട്ടോ. ഇനി നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത് കേട്ടോ. The true positive or true negative decision in selection or correct decisions, whereas the rest two decision are the selection errors. The candidate chosen was the best fit for the job and has performed and is successful as expected. It's indicated by the true positive. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ് ഏറ്റവും ബെസ്റ്റ് ഫിറ്റ് ആണ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രൂ പോസിറ്റീവ് ആണ് അല്ലെ. നമ്മൾ ചൂസ് ചെയ്ത കാൻഡിഡേറ്റ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിലാണ് നമ്മൾ പറയുന്നത് എന്ത്? ട്രൂ പോസിറ്റീവ് ആണെന്നുള്ളത്. The true negative reflects the rejection of the candidate based on the assumption that he or she
will fail the fails in future and is incapable to perform the respective job. The rejection of the candidate who could have succeeds based on failure prediction is reflected by the false negative error. False positive error is a situation when the candidate is selected on the basis that he or she, on the other hand, does not come to up the expectations. It is a false positive error that causes the organization to sustain cost. This cost indicates hiring cost, training cost, transfer cost, termination cost, and replacement cost, etc. So, second paragraph, first paragraph, പറഞ്ഞത് എന്താണ്? True പോസിറ്റീവിനെ കുറിച്ചാണ്. നമ്മൾ കമ്പനിയിലേക്ക് തിരഞ്ഞെടുത്ത എംപ്ലോയി എന്ന് പറയുന്നത് ആ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ആ വേക്കൻസിയിലേക്ക് ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ പറയും ട്രൂ പോസിറ്റീവ് ആണ്. ഇനി ട്രൂ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ, കമ്പനിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഏറ്റവും സക്സസ് ആവാത്തൊരു വ്യക്തിനെയാണ്, അല്ലെങ്കിൽ അത്രയും സ്കില്ലില്ല, നോളജ് ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിജക്ട് ചെയ്ത് കളയോ അല്ലെ? അപ്പൊ അതിനെയാണ് നമ്മള് ട്രൂ നെഗറ്റീവ് എന്ന് പറയുന്നത്. അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണ്, ആ പൊസിഷനിലേക്ക് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്താണ് കളയുന്നത്. അതിനെയാണ് ട്രൂ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇനി പറയുന്നുണ്ട് എന്ത്? ഫാൾസ് നെഗറ്റീവ് എററും ഫാൾസ് പോസിറ്റീവ് എററും. ഫാൾസ് നെഗറ്റീവ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കമ്പനിയിലേക്ക് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോ എന്താണ്, റിക്രൂട്ടറാണ് തിരഞ്ഞെടുക്കുന്നത്. ആ തിരഞ്ഞെടുക്കുമ്പോ അദ്ദേഹം വിചാരിക്കുന്നുണ്ട് ഇത് ഓക്കെ ആണ്, ഈ പൊസിഷനിലേക്ക് ഇയാൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തിരഞ്ഞെടുക്കും അല്ലെ? ഈ കമ്പനിയിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോ ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല, ഫ്യൂച്ചർ ആയിട്ടുള്ള റിക്വയർമെന്റ്സ് കൂടി നോക്കണം അല്ലെ? കമ്പനിയുടെ ആവശ്യകതകൾ മനസ്സിലാക്കി ഇപ്പോഴും അതുപോലെ തന്നെ പ്രസന്റ് ആയിട്ടുള്ളതും ഫ്യൂച്ചറിലെ റിക്വയർമെന്റ്സുകൾ നോക്കിയിട്ട് വേണം അല്ലെ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ അദ്ദേഹം തിരഞ്ഞെടുത്തു. ഇനി തിരഞ്ഞെടുത്ത് കഴിയുമ്പോ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ എംപ്ലോയിക്ക് ഫ്യൂച്ചറിലേക്ക് സക്സസ് ആവാനായിട്ടോ അല്ലെങ്കിൽ കമ്പനിയിലേക്ക് പ്രോഫിറ്റ് കൊണ്ടുവരാനായിട്ടോ സാധിക്കുന്നില്ല എങ്കിൽ എന്താണ്? അതിനെയാണ് ട്രൂ നെഗറ്റീവ് എറർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ട്രൂ അല്ല, ഫാൾസ് നെഗറ്റീവ് എറർ എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ തെരഞ്ഞെടുത്തു, പക്ഷെ എന്താണ്? സക്സസ് ആവാനായിട്ട്, ഫ്യൂച്ചറിലേക്ക് സക്സസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല ആ വ്യക്തിയെ അല്ലെ? ഒരു നെഗറ്റീവ് ആയിട്ടാണ് അല്ലെ? നമ്മൾ തെരഞ്ഞെടുത്തു, വ്യക്തിക്ക് കഴിയും അല്ലെങ്കിൽ സ്കില്ലുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചറിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആ വ്യക്തിക്ക് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കമ്പനിയിലേക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ്? അതൊരു നെഗറ്റീവ് എററാണ്. ഓക്കെ ആണോ? ഇനി അതിനെ നേരെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ? ഫാൾസ് പോസിറ്റീവ് എറർ എന്താണ്? റിക്രൂട്ടർ തെരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഇയാൾക്ക് അതിനുള്ള കഴിവില്ല അല്ലെങ്കിൽ സ്കില്ലില്ല, നോളജ് ഇല്ല. നമുക്ക് എന്താണ്? അദ്ദേഹത്തെ തെരഞ്ഞെടുത്തുകൊണ്ട് ട്രെയിനിങ് കൊടുത്ത് ബെസ്റ്റ് പ്രാക്ടീസ് ഒക്കെ കൊടുത്തിട്ട് സക്സസ് ആക്കാനായിട്ട് ചിലപ്പോ ഒരു പക്ഷേ അല്ലെങ്കിൽ ആ എംപ്ലോയിക്ക് ചിലപ്പോ കഴിവെന്ന് വരാം കമ്പനിക്ക് ഫ്യൂച്ചറിൽ സക്സസ് ഉണ്ടാക്കാനായിട്ട്. പക്ഷേ റിക്രൂട്ടർ എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കുമ്പോ ഇദ്ദേഹത്തിന് ആ സ്കില്ലില്ല അല്ലെങ്കിൽ ആ കഴിവില്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത് കളയുന്നു. ഓക്കെ, അതാണ് ഫാൾസ് പോസിറ്റീവ് എറർ. ഓക്കെ, പോസിറ്റീവ് എന്ന് പറഞ്ഞാല് ആ എംപ്ലോയിക്ക് തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എംപ്ലോയിക്ക് ഫ്യൂച്ചറിൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹം റിജക്ട് ചെയ്ത് കളയുന്നു. സ്കില്ലില്ല, നോളജ് ഇല്ല എന്ന് പറഞ്ഞു. പ്രാക്ടീസുകളും ട്രെയിനിങ്ങിലൂടെയും അദ്ദേഹത്തിന് സക്സസ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അതാണ് ഫാൾസ് പോസിറ്റീവ് എറർ. കിട്ടിയോ? 4 കാര്യങ്ങള്. ട്രൂ പോസിറ്റീവ് ഉണ്ട്, ട്രൂ നെഗറ്റീവ് ഉണ്ട്, ഫാൾസ് നെഗറ്റീവ് എറർ ഉണ്ട്, ഫാൾസ് പോസിറ്റീവ് എറർ ഉണ്ട്. ഓക്കെ ആണോ? കൺസെപ്റ്റ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ആ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഫാൾസ് പോസിറ്റീവും ഫാൾസ് നെഗറ്റീവും ഒക്കെ ആണോ? ഓക്കെ,
നെക്സ്റ്റ് നോക്കാം, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. Both the candidate and the organization should make a joint decision throughout the selection process. Candidate ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാൻഡിഡേറ്റ് ആയാലും അതുപോലെ ഓർഗനൈസേഷൻ ആയാലും എന്താണ് ഒരു ജോയിന്റ് ഡിസിഷൻ എടുക്കണം അല്ലെ. സെലക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ജോയിന്റ് ഡിസിഷൻ എടുക്കണം. The job of the candidate is to determine whether or not the job is appropriate according to his or her needs, interest, skills and goal. അല്ലെ, നമ്മൾ എന്താണ് കാൻഡിഡേറ്റിന് ഒരു കമ്പനിയില് ചിലപ്പോ അദ്ദേഹത്തിന് കയറാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെ, ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ നീഡ്സ് അനുസരിച്ച് അല്ലെ, അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച്, സ്കിൽ അനുസരിച്ച് അദ്ദേഹത്തിന് ഒരു ഗോൾ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് അദ്ദേഹത്തിന് ജോയിൻ ചെയ്യണോ ഇല്ലയോ എന്ന് തീരുമാനമെടുക്കുന്നത്. അതുപോലെ തന്നെ however the organization makes the decision, എങ്ങനെയാണ് ഓർഗനൈസേഷൻ ഡിസിഷൻ എടുക്കുന്നത്? whether the candidate has the necessary talent, skill and experience required for the position. എന്താണ് നമ്മുടെ കമ്പനിയില് എന്തെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോബ് വേക്കൻസീസ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഓർഗനൈസേഷൻ എങ്ങനെയാണ് കമ്പനിയിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുന്നത് അല്ലെ? എന്താണ് ടാലന്റ് ഉണ്ടോ, ആ ജോലി ചെയ്യാനായിട്ടുള്ള ടാലന്റ് ഉണ്ടോ, അല്ലെങ്കിൽ സ്കില്ലുണ്ടോ, എക്സ്പീരിയൻസ്ഡ് ആണോ എന്ന് നോക്കിയിട്ടാണ് ഓർഗനൈസേഷനിൽ ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നത്. രണ്ടാളും ഡിസിഷൻ എടുക്കാനായിട്ട് തയ്യാറാവണം. ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിന്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നത് തരത്തിലുള്ള സ്കില്ലുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് ആളുകളെ സെലക്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ കാൻഡിഡേറ്റിനായാലും അവന്റെ നീഡ്സ്, അവന്റെ ഇൻട്രസ്റ്റ്, അവന്റെ സ്കില്ലിനനുസരിച്ചിട്ടുള്ള ജോബിലാണ് അവന് ചെയ്യാനായിട്ട് താല്പര്യം ഉള്ളത്. ഇനി എന്താണ് however if there is a എന്താണ് scarcity of qualified candidate in the market, the company must make a prompt selection decision. എന്താണ് ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ ഇപ്പോ സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ദൗർലഭ്യം അല്ലെ, ആളുകളെ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും കമ്പനി എങ്ങനെയാണ് സെലക്ട് ചെയ്യുക? പുറത്തു നിന്നല്ലേ, മാർക്കറ്റിൽ നിന്ന്, ലേബർ മാർക്കറ്റിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്ത് എടുക്കേണ്ട ഒരു തീരുമാനം, സെലക്ഷൻ ഡിസിഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ കമ്പനിയിലേക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ പുറത്തു നിന്ന് സെലക്ട് ചെയ്തെടുക്കേണ്ട ഒരു തീരുമാനം എടുക്കണം. ഓക്കെ, നമ്മുടെ കമ്പനിയില് ആളുകളുടെ ദൗർലഭ്യം അല്ലെ, സ്കേഴ്സിറ്റി, ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പുറത്തു നിന്നും ആളുകളെ സെലക്ട് ചെയ്ത് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ആ പാരഗ്രാഫിൽ വരുന്നത്. നോക്കിയാൽ മതി. ട്രൂ പോസിറ്റീവ് എന്താണ്, ട്രൂ നെഗറ്റീവ് എന്താണ്, അതുപോലെ ഫോൾസ് നെഗറ്റീവ് എറർ, ഫോൾസ് പോസിറ്റീവ് എറർ. ഞാൻ പറഞ്ഞ ഇത് വെച്ചിട്ട് എന്താണ് എക്സാമ്പിൾ വെച്ചിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി നോക്കാം പ്രോസസ് ഓഫ് സെലക്ഷൻ. Okay, selection method determines whether or not the qualification of a job applicant are in accordance with the job requirements. എന്താണ് നമ്മള് എന്താണ് ഈ നമ്മുടെ കമ്പനിയിലേക്ക് ജോബിന്റെ ആവശ്യകതകൾ മനസ്സിലാക്കിയിട്ട് ഏതൊക്കെ പൊസിഷനിലോട്ട് ആളുകൾ വേണം, ഏതൊക്കെ ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കില്ലുകളുള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കുന്നത്. അത് ഓരോ ജോബിനും എന്താണ് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ഇപ്പോൾ ടീച്ചറിന്റെ സ്കില്ലും നോളജും ആയിരിക്കില്ല ഓഫീസ് സ്റ്റാഫിന് വേണ്ടത് അല്ലെ. അതുപോലെ തന്നെ എന്താണ് ഒരു പ്ലംബറിന്റെ സ്കില്ലും കാര്യങ്ങളായിരിക്കില്ല ആർക്ക് വേണ്ടത്, റിസപ്ഷനിസ്റ്റിന് വേണ്ടത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള ഓരോ ജോബിനും ഓരോ ജോബിന്റേതായിട്ടുള്ള വ്യത്യാസങ്ങളും സ്കില്ലുകളും നോളജുകളും അത്യാവശ്യമാണ്, വ്യത്യസ്തങ്ങളായിരിക്കും. അപ്പോ എന്ത് ചെയ്യണം? ജോബിന്റെ ആവശ്യകതകൾ മനസ്സിലാക്കി അതിൽ നിന്നും ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് ഒരു സെലക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നോക്കാം, the selection method assesses the performance of the job applicant. സെലക്ഷൻ മെത്തേഡ് എന്തൊക്കെയാണ്? ഒരാളെ നമ്മളെ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാറ്? ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയാ ചെയ്യാറ്? ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ. നമ്മൾ ആദ്യം കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നീ ആക്ട് ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നിനക്ക് സ്കിൽ ഉണ്ടെന്ന് തോന്നാം, നീ കയറിക്കോളൂ എന്ന് പറയാറുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം അപ്ലിക്കേഷൻ അല്ലെ, അപ്ലിക്കേഷൻ ബ്ലാങ്ക് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഫോം അല്ലെ നമ്മൾ ആദ്യം ഫിൽ ചെയ്ത് നമ്മൾ ആ കമ്പനിയിൽ കൊടുക്കും. അവരെന്ത് ചെയ്യും? നമ്മള് ഇന്റർവ്യൂവിന് വിളിക്കും അല്ലെ. ഒരു 10-200 ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇന്റർവ്യൂ നടത്തിയിട്ടാണോ സെലക്ട് ചെയ്യാം? ഇല്ല. ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? സെലക്ഷൻ ടെസ്റ്റുകൾ, ഡിഫറെന്റ് മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട്
കുറെ ആളുകളെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്ത് ഇന്റർവ്യൂ നടത്തി അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ, ജോയിൻ ചെയ്യിപ്പിക്കുന്നത് കമ്പനിയിലോട്ട്. അല്ലാണ്ട് നേരെ പോയി ഓടിച്ചിരുന്ന് ഇന്റർവ്യൂ നടത്തി ഒരു 10-200 അപ്ലിക്കന്റ് വന്നു, അപ്പൊ തന്നെ ഇന്റർവ്യൂ നടത്തി നമ്മൾ ക്ഷീണിക്കും അല്ലെ. ഒരു ദിവസം 200 ആൾക്കൊക്കെ ഇന്റർവ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. ഒരു ദിവസമോ 2 ദിവസം കൊണ്ടൊന്നും തീരില്ല. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ആ ആളുകളെ നോക്കിയിട്ട് ഒരു ടെസ്റ്റ് നടത്തി അതിൽ നിന്നും ആളുകളെ തിരഞ്ഞെടുത്ത് ഇന്റർവ്യൂ നടത്തി അങ്ങനെയാണ് ഓരോ കമ്പനീസിലോട്ടും അല്ലെങ്കിൽ ഓരോ ഓർഗനൈസേഷനിലോട്ടും ആളുകളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സെലക്ഷൻ ടെസ്റ്റുകൾ നടത്തി, ഇന്റർവ്യൂ നടത്തി, അതുപോലെ തന്നെ പല കമ്പനീസിലും എന്താണ് മെഡിക്കൽ എക്സാമിനേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങള്, റഫറൻസ് ചെക്ക്, ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് ആളുകളെ കറക്റ്റ് ആയിട്ട് നമ്മൾ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്തെടുക്കുന്നത്. which when used in proper sequence constitute the selection process. എന്താണ് ഇങ്ങനെയുള്ള അല്ലെ, നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് അപ്ലിക്കേഷൻ ബ്ലാങ്ക്, അതുപോലെ തന്നെ സെലക്ഷൻ ടെസ്റ്റുകൾ, ഇന്റർവ്യൂസ്, മെഡിക്കൽ എക്സാമിനേഷൻ, റഫറൻസ് ചെക്ക്, അങ്ങനെയുള്ള പ്രോപ്പർ ആയിട്ടുള്ള സീക്വൻസിലൂടെയാണ് സെലക്ഷൻ പ്രോസസ്സ് നടത്തുന്നത്. The selection process consists of various barriers or stages. നമ്മളിവിടെ നെക്സ്റ്റ് പഠിക്കും ഓരോ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, ഓരോ കാര്യങ്ങളുണ്ടോ, സ്റ്റെപ്പുകൾ ഉണ്ട് കണ്ടോ, ചിത്രം കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഓരോ സ്റ്റെപ്പുകൾ 1 to 6 വരെയുള്ള സ്റ്റെപ്പുകളാണ് സെലക്ഷൻ പ്രോസസ്സിനുള്ളത്. ഇത് നിർബന്ധമായിട്ട് പഠിക്കാം കേട്ടോ, ശ്രദ്ധിക്കാം. അടിയിൽ നിന്ന് തുടങ്ങിയാണ് സ്റ്റെപ്പ് 1 തുടങ്ങുന്നത് കേട്ടോ. ബോട്ടം ടു ടോപ്പ് ആണ് അതിന്റെ ആ സ്റ്റെപ്പ് കിടക്കുന്നത്, ശ്രദ്ധിക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ ചിലപ്പോ ചോദിക്കാം എന്താണ് സെലക്ഷൻ പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്. അപ്പൊ ഹയറിംഗ് ഡിസിഷൻ എഴുതരുത്, കൃത്യമായിട്ട് ആ ഓർഡർ പഠിച്ചു വെക്കാം. ഓക്കെ. Selection aims at generating full information regarding a candidate in order to determine whether they are appropriate for job or not. ഇനി അതുപോലെ തന്നെ സെലക്ഷന്റെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എയിം എന്ന് പറഞ്ഞാൽ ആ ജോബിന് അപ്ലിക്കന്റ് അനുയോജ്യമാണോ ഇല്ലയോ എന്നുള്ളത് ഈ സെലക്ഷൻ പ്രോസസ്സിലൂടെ നമുക്ക് ഓരോ പ്രോസസ്സിലൂടെയും നമ്മൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം എന്താണ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ 200 ആൾക്കാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്ലിക്കേഷൻ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാം നമ്മൾ ഇന്റർവ്യൂവിന് ക്ഷണിക്കും ഇല്ലേ. അവരെല്ലാം ഇന്റർവ്യൂവിന് ക്ഷണിക്കുമ്പോ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, റിട്ടൺ ടെസ്റ്റ് നടത്തും അല്ലെ. ആ റിട്ടൺ ടെസ്റ്റില് എന്താണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കില്ലുള്ള ആളുകളെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്, ഏറ്റവും കൂടുതൽ മാർക്കുള്ളതാണ്. അങ്ങനെ ഒരു 10-20 പേര് നമ്മൾ അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ 50 പേരെ സെലക്ട് ചെയ്തെടുക്കുമ്പോൾ അതിനകത്ത് ഇനി അപ്പൊ ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യും അല്ലെ, ആ നോളജും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകളായിരിക്കാം. ഏറ്റവും ടോപ്പ് ആയിട്ട് വരുന്ന ആളുകളെയാണ് 10-20 ആളുകളെയാണ് നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള ആളുകളെ റിജക്ട് ചെയ്ത് കളയുന്നു അല്ലെ. അതാണ് അതിന്റെ എയിം എന്ന് പറഞ്ഞാല് ആ ജോബിന് അപ്ലിക്കന്റ് അനുയോജ്യരാണോ ഇല്ലയോ എന്ന് നമുക്ക് ഈ സെലക്ഷൻ പ്രോസസ്സിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. The selection process differ from the organization and across the different jobs. The selection process എന്താണ് ഓർഗനൈസേഷൻ അതുപോലെ തന്നെ ഡിഫറെന്റ് ജോബ്സ്, പലതരത്തിലുള്ള ജോബുകൾ ഉണ്ട് അല്ലെ. ഒരേ ജോബുകളല്ല, ഓർഗനൈസേഷനിൽ പലതരത്തിലുള്ള ജോബുകൾ, റിസപ്ഷനിസ്റ്റ്, അതുപോലെ ഓഫീസ് സ്റ്റാഫ്, അതുപോലെ പല ഡിപ്പാർട്ട്മെന്റില് അല്ലെ, ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ്, പർച്ചേസ് മാനേജേഴ്സ്, സെയിൽസ് മാനേജേഴ്സ്, അങ്ങനെ പല രീതിയിലുള്ള ജോബ് വാക്കൻസീസ് വരുമ്പോൾ അതിൽ നിന്ന് അങ്ങനെയുള്ള വാക്കൻസീസ് വരുമ്പോൾ അതിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുന്നത് പലതരത്തിലുള്ള മെത്തേഡിലൂടെയാണ്. Therefore, an ideal process of selection includes the following steps shown below. Okay, ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, ഇങ്ങനെയുള്ള സ്റ്റെപ്പുകളാണ് നോക്കാം. ഞാൻ പറഞ്ഞു താഴെ നിന്ന് മുകളിലേക്കാണ് അതിന്റെ പ്രോസസ്സ് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്താണ് സ്ക്രീനിങ് ഓഫ് അപ്ലിക്കന്റ്, അപ്ലിക്കേഷൻ ഫോം നമ്മൾ നോക്കും. ഇനി അതിനുശേഷം എന്താണ് സെലക്ഷൻ ടെസ്റ്റ് നമ്മൾ നടത്തും അല്ലെ. റിട്ടൺ ടെസ്റ്റ് ആവാം, അങ്ങനെ പല രീതിയിലുള്ള ടെസ്റ്റുകൾ നമ്മൾ നടത്തി അതിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്ത് ഇന്റർവ്യൂസ് നടത്തുന്നു, സെലക്ഷൻ ഇന്റർവ്യൂ. ഇനി മെഡിക്കൽ എക്സാമിനേഷൻ വേണ്ട ജോബുകളുടെ അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള ജോബ്, ഡിഫറെന്റ് ജോബിന് ഡിഫറെന്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, റെഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, റെഫറൻസുകൾ അല്ലെ, റെഫറൻസ് ചെക്ക് ചെയ്യുന്നു, ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ചെയ്യുന്നു. അതിനുശേഷമാണ് എത്തരത്തിലുള്ള എംപ്ലോയീസിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, ഇന്ന ആളെ വേണോ അല്ലെങ്കിൽ ഇന്ന ആളെ വേണോ എന്ന് സെലക്ട് ചെയ്യുന്നത് അല്ലെ.
ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇത് ഹയറിംഗ് ഡിസിഷൻ. ഓക്കെ, ഈ 5 എണ്ണം കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റെപ്പാണ് വരുന്നത് ഹയറിംഗ് ഡിസിഷൻ. അതിൽ ആളുകളെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ആദ്യം എന്താണ് ആപ്ലിക്കേഷൻ ഫോം, ടെസ്റ്റ്, സെലക്ഷൻ ടെസ്റ്റ് നടത്തുന്നു, സെലക്ഷൻ ഇന്റർവ്യൂ നടത്തുന്നു, മെഡിക്കൽ എക്സാമിനേഷൻ, റഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, ലാസ്റ്റ് വൺ ഈസ് ഹയറിംഗ് ഡിസിഷൻസ്. ഓരോന്നും ഇനി പഠിക്കാനുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുണ്ട്. കൃത്യമായിട്ട് സെലക്ഷൻ പ്രൊസീജിയർ പഠിച്ചു വെക്കാം കേട്ടോ. ഫസ്റ്റ് നോക്കാം, സ്ക്രീനിങ് ഓഫ് അപ്ലിക്കൻസ്. അപ്ലിക്കേഷൻ ഫോംസ് അല്ലെ, അപ്ലിക്കേഷൻ ഫോംസ് ഒക്കെ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളവരായിരിക്കും അല്ലെ, നമ്മളെല്ലാം ഭൂരിഭാഗവും പേര് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവരായിരിക്കും ഇല്ലേ? അപ്ലൈ ചെയ്യാത്തവരുണ്ടോ? ഇല്ല, ആരുമില്ല. ഓക്കെ, സ്ക്രീനിങ് ഓഫ് അപ്ലിക്കന്റ് ഇൻക്ലൂഡ്സ് filling up the application forms by the candidate. നമ്മൾ ചെയ്യുന്നുണ്ട്, അപ്ലിക്കേഷൻ ഫോമുകൾ നമ്മൾ ആദ്യമായിട്ട് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു, ഫില്ല് ചെയ്ത് കൊടുക്കുന്നു അല്ലെ. These application form contain information about the applicant such as the, എന്തൊക്കെ ഉണ്ടാവും അതിനകത്ത് അപ്ലിക്കേഷൻ ഫോമില് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്താണ്? പേഴ്സണൽ ബയോഡാറ്റ, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ ഉണ്ടാവും, അതുപോലെ ബയോഡാറ്റകൾ അല്ലെ, നമ്മൾ എവിടെയാ പഠിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങള്, എല്ലാ ഡീറ്റെയിൽസും ബയോഡാറ്റയിൽ ഉണ്ടാകുന്നുണ്ട്. അച്ചീവ്മെന്റ്സ്, എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ് ഏതില് അപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. This type of information is used in order to get the right candidate to is eligible for the vacant position. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ, ഈ പൊസിഷനിലേക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള റൈറ്റ് കാൻഡിഡേറ്റിനെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്ലിക്കേഷൻ ഫോമിലൂടെ. ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ മെയിൻറ്റെയിനിങ് എ പെർമനന്റ് റെക്കോർഡ് of the candidate who are selected. ഇനി അതുപോലെ തന്നെ കാൻഡിഡേറ്റുകളുടെ ഒരു പെർമനന്റ് റെക്കോർഡായിട്ട് സൂക്ഷിക്കാനായിട്ടും ഈ അപ്ലിക്കേഷൻ ഫോം യൂസ് ചെയ്യുന്നുണ്ട്. After screening all the applicants, only those candidates are permitted continuation of the selection process who are meeting the job requirements and the standard set by the organization. അതുപോലെ തന്നെ നമ്മൾ സ്ക്രീനിങ് നടത്തി അതിനുശേഷം എന്താണ് കാൻഡിഡേറ്റ്സിനെ ഓരോ എന്താണ് നമ്മൾ ഇന്നത് കഴിയുമ്പോൾ ഇന്ന സ്റ്റെപ്പ് ആണ് അല്ലെ, നമ്മൾ ഓരോ പ്രോസസ്സിലൂടെയാണ് പോകുന്നത് അല്ലെ. അപ്പോ എന്താണ് നമുക്ക് തോന്നിയ പോലെ ഇങ്ങനെയുള്ള സെലക്ഷൻ അല്ലെ ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റില്ല. എന്ത് വേണം അതിന്? ജോബിന്റെ റിക്വയർമെന്റ്സിന്റെ, ജോബിന്റെ ആവശ്യകതകൾ മനസ്സിലാക്കിയിട്ട് അതിന് പല പല പോളിസീസ് ഉണ്ട്, പല പല പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലെ. അങ്ങനെയുള്ള നടപടിക്രമത്തിലൂടെ, മാനദണ്ഡങ്ങളിലൂടെ ഒക്കെ അതൊക്കെ പാലിച്ചിട്ട് വേണം ആളുകളെ ഓർഗനൈസേഷനിലോട്ട് തിരഞ്ഞെടുക്കാനായിട്ട്. If the candidate matching the job requirements are more than the vacant position, organization go only for the few chosen candidate for the further selection process. ഇനി അതുപോലെ തന്നെ എന്താണ് മാച്ചിങ് ദ ജോബ് റിക്വയർമെന്റ്സ്, എന്താണ് ഈ പൊസിഷനിലേക്ക് കാൻഡിഡേറ്റ് മാച്ച് ആണെങ്കിൽ എന്താണ് നമ്മൾ അതിൽ നിന്നും ആളുകളെ അല്ലെ, ഓരോ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം നോക്കിയിട്ട് ഇത്തരത്തിലുള്ള ആളുകള് അല്ലെങ്കിൽ ഇത്രയും ജോബ് പൊസിഷനിൽ ഇത്രയും ആളുകള് വേണം അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ആ ആപ്ലിക്കേഷൻ ഫോം നോക്കിയിട്ട് അതിൽ നിന്നും ആളുകളെ നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടും ഈ ആപ്ലിക്കേഷൻ ഫോം സഹായിക്കുന്നുണ്ട്. അപ്പൊ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എന്താണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന എന്തൊക്കെയാണ് ഡാറ്റാസ് ഉണ്ടാകുന്നത്? പേഴ്സണൽ ഡാറ്റാസ് അല്ലെ, ബയോഡാറ്റകൾ ഉണ്ടാവും, നമ്മുടെ അച്ചീവ്മെന്റ്സ്, എക്സ്പീരിയൻസ്, ഇതൊക്കെ അടങ്ങുന്ന ഒരു ഫോമാണ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. അത്ര മാത്രം ഒന്ന് ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ പെർമനന്റ് റെക്കോർഡുമായിട്ട് ഇത് ഓർഗനൈസേഷനിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അത്ര മാത്രം ഒന്ന് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. ബാക്കിയുള്ളത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് സെലക്ഷൻ ടെസ്റ്റ്. Every organization has its own rules for the selection process to gather the necessary information about the candidate or to reject the candidate who are not qualified the interview. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്?
അല്ലെ? സെലക്ഷൻ ടെസ്റ്റുകൾ നമ്മൾ നടത്താറുണ്ട് അല്ലെ? അപ്പോ ഓരോ ടെസ്റ്റുകൾ നമ്മൾ നടത്തുമ്പോൾ അതിൽ നിന്നും ഞാൻ പറഞ്ഞു എന്താണ് 100 എംപ്ലോയീസ് 100 കാൻഡിഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ അത്രയും ആളുകളെ നമുക്ക് ഒരു ദിവസം കൊണ്ട് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അല്ലെ? ഇന്റർവ്യൂ നടത്തിയിട്ട് എന്ത് ചെയ്യും? ആദ്യം റിട്ടൺ ടെസ്റ്റ് നടത്തി അതിൽ നിന്നും ഒരുവിധം മാർക്കുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നു, ബാക്കിയുള്ള ആൾക്കാരെ റിജക്ട് ചെയ്ത് കളയുന്നു. Generally, selection tests support the information provided by the applicant in a application form. അതുപോലെ തന്നെ selection test would supply beneficial information in terms of their attitude, hobbies, personality, etc., which cannot be obtained through the information application form. അപ്പൊ ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ എന്താണ് ആപ്ലിക്കേഷനിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ ഹോബീസ് എന്തൊക്കെയാണ്, പേഴ്സണാലിറ്റി, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും അടങ്ങുന്നതാണ് എന്താണ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. സെലക്ഷൻ ടെസ്റ്റിലൂടെ നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ? സ്കിൽ എങ്ങനെയാണ്, നോളജ് എത്രത്തോളം ഉണ്ട് അല്ലെ? ആ റിട്ടൺ ടെസ്റ്റിലൂടെ ഇതുമായിട്ട് ഇപ്പൊ ഒരു ടീച്ചറിന് വേണ്ടതായിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് നമ്മൾ ഒരു 100 അപ്ലിക്കൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? റിട്ടൺ ടെസ്റ്റ് നടത്തിയിട്ട് നമ്മൾ അത്രയും ആളുകളെ ഒരു 10-25 ആളുകളെ സെലക്ട് ചെയ്യും. അപ്പോ അങ്ങനെ സെലക്ട് ചെയ്തത് എന്താണ്? ആ സബ്ജക്റ്റിനോട് അല്ലെങ്കിൽ ഇപ്പൊ UP-യിലെ ടീച്ചർ ആണെങ്കിൽ ആ UP സബ്ജക്റ്റിനോട് എത്രത്തോളം അവർക്ക് നോളജ് ഉണ്ട് അല്ലെങ്കിൽ സ്കിൽ ഉണ്ട് അല്ലെ? ക്യാപ്പബിലിറ്റി ഉണ്ട്, കഴിവുണ്ട്, അത് എടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഇങ്ങനെയുള്ള നോളജ് സെലക്ഷൻ ടെസ്റ്റിലൂടെയാണ് സെലക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? സെലക്ട് ചെയ്തെടുക്കുന്നത് സെലക്ഷൻ വഴി, റിട്ടൺ ടെസ്റ്റ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? ആ സബ്ജക്റ്റില് അവർക്ക് എത്രയും നോളജ് ഉണ്ട്, എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? റിട്ടൺ ചെയ്തിട്ട് റിട്ടൺ ടെസ്റ്റ് നടത്തിയിട്ടാണ് സെലക്ട് ചെയ്തെടുക്കുന്നത്. 100 ആള് വന്നു കഴിഞ്ഞാൽ 10-25 ആളുകളെ നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്തെടുക്കുന്നു, അവരുടെ നോളജ് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി എന്താണ്? അപ്പൊ അങ്ങനെ നമ്മൾ സെലക്ഷൻ നടത്തി 25 പേര് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും? സെലക്ഷൻ ഇന്റർവ്യൂസ്. ഓക്കെ, ഇന്റർവ്യൂ നടത്തും അല്ലെ? ആദ്യം റിട്ടൺ ടെസ്റ്റ് നടത്തി അതിൽ നിന്നും ആളുകളെ സെലക്ട് ചെയ്തു. ഇനി അവരെന്ത് ചെയ്യും? ഇന്റർവ്യൂ നടത്തും. അവർക്ക് നോളജ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ടീച്ച് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കണോ അല്ലെ? അല്ലെങ്കിൽ എന്താണ് വെറുതെ നോളജ് മാത്രമേ ഉള്ളൂ, ടീച്ച് ചെയ്യാനുള്ള സ്കിൽ ഇല്ലെങ്കിൽ ആ ടീച്ചർ ഒരു ടീച്ചറാണെന്ന് പറയാൻ പറ്റില്ല, ആണോ? അല്ലെ? കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ള സ്കില്ല് വേണ്ടേ? ഓക്കെ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ടെസ്റ്റ് റിട്ടൺ ടെസ്റ്റ് നടത്തിയിട്ട് പിന്നീട് എന്താണ്? സെലക്ഷൻ ഇന്റർവ്യൂ നടത്തേണ്ടത് അത്യാവശ്യമാണ്. അതാണ് മൂന്നാമത്തെ പ്രൊസീജിയറിൽ പറയുന്നത്. നോക്കാം. സെലക്ഷൻ ടെസ്റ്റ് ആർ ഫോളോഡ് by a personal interview with the candidate. The primary goal of the personal interview is to thoroughly ask the candidate for a job. It also gives a chance to candidate to gain all the information about the organization. Sometimes the preliminary interview take place before conducting the test. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? സെലക്ഷൻ ഇന്റർവ്യൂ നമ്മൾ കണ്ടക്ട് ചെയ്യും. അങ്ങനെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള അല്ലെ ഇന്റർവ്യൂ നടത്തുമ്പോൾ എന്താണ്? നമ്മുടെ പേര് വിവരങ്ങൾ, എവിടെ നിന്നാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും അല്ലെ? പേഴ്സണൽ ആയിട്ടുള്ള ഇന്റർവ്യൂസ് നമ്മൾ നടത്താറുണ്ട്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ചോദിക്കും അല്ലെ? പേരെന്താണ്, എവിടെയാണ് പഠിച്ചത്, അല്ലെങ്കിൽ സെൽഫ് പറയാൻ പറയും അല്ലെങ്കിൽ സെൽഫ് പറയാറുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞതിന് ശേഷം സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പേഴ്സണൽ ഇന്റർവ്യൂ നടത്തുന്നതിനുള്ള ആ പ്രൈമറി ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കാൻഡിഡേറ്റിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് അറിയാനായിട്ടും ആ ജോബിൽ ആപ്റ്റ് ആണോ എന്നറിയാനായിട്ടുമാണ്. ഇനി എന്താ പറയുന്നത്? കാൻഡിഡേറ്റ് ഓൾസോ ഗിവ് ദ ചാൻസസ് ടു ദ കാൻഡിഡേറ്റ് to gain all the information about the organization. അതുപോലെ തന്നെ എന്താണ്? നമുക്ക് ഇപ്പോ കാൻഡിഡേറ്റിന് എന്തെങ്കിലും സംശയങ്ങളോ ഓർഗനൈസേഷനെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു ചോദിക്കാവുന്നതാണ് അല്ലെ? എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരില്ല എങ്കിലും കുറച്ചൊക്കെ നമുക്ക് എന്താണ് ഓർഗനൈസേഷൻ, എന്താണ് അവിടെ നടക്കുന്ന ജോലി, എന്താണ് എന്തൊക്കെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ പറയുന്നത് സംടൈംസ് എ preliminary interview take place before conducting the
ടെസ്റ്റ്. ഇപ്പൊ പറയുന്നത് എന്താണ്, ഈ ടെസ്റ്റുകൾക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് കണ്ടക്ടറിംഗ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ്, ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നതിന് മുൻപ് ആദ്യം എന്ത് നടത്തുന്നുണ്ട്, ഈ പ്രിലിമിനറി ഇന്റർവ്യൂസ് നടത്താറുണ്ട്. ഓക്കെ, അതാണ് സെലക്ഷൻ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇത് മെഡിക്കൽ എക്സാമിനേഷൻ. Medical examination is performed in the order to observe the candidate stamina or patient level under pressure, as there are several jobs which require a lot of the patients. Medical examination evaluates whether the candidate possesses these qualities or not. It identifies the deficiencies of the selective and qualitative placement for a positive course and not for rejection only. It also indicates the suitability of the candidate for a job and prevent his transfer to other job positions. ഇവിടെ പറയുന്നത്, ഈ പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്, മെഡിക്കൽ എക്സാമിനേഷൻ നമ്മൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, കാൻഡിഡേറ്റിന് ഇപ്പോ എന്താ ആർമിയുടെ ജോബ് അല്ലെങ്കിൽ പോലീസിന്റെ ജോബിനൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യാറുണ്ട് അല്ലെ, മെഡിക്കൽ എക്സാമിനേഷൻസ് ഒക്കെ ചെയ്യാറുണ്ട് ഫിസിക്കലി, അതുപോലെ മെഡിക്കലി നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ മെഡിക്കലി ഫിസിക്കലി ഫിറ്റ് ആണോ, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള സ്റ്റാമിന അദ്ദേഹത്തിനുണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും എന്താണ് ഭയങ്കര എന്താ ഒരു ജോബ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ഷമയോട് കൂടിയിട്ട് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് എന്ത് മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ കാൻഡിഡേറ്റിന് കഴിവുണ്ടോ, സ്കില്ലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് മെഡിക്കൽ എക്സാമിനേഷൻ. പേഷ്യൻസ് നോക്കും, അതുപോലെ തന്നെ സ്റ്റാമിനയും അവിടെ ചെക്ക് ചെയ്യാറുണ്ട്. കാൻഡിഡേറ്റ്സിന് ഈ ഗുണങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, മെഡിക്കൽ എക്സാമിനേഷൻ വഴിയായിട്ടാണ്. ഇനി എന്താണ്, മെഡിക്കൽ എക്സാമിനേഷൻ ഈസ് പെർഫോംഡ് ടു പ്ലേസ് ദ റൈറ്റ് കാൻഡിഡേറ്റ് അറ്റ് ദ റൈറ്റ് ജോബ് where they can function without any kinds of ill effect or loss to their health. It is generally performed by the organization's one physician or a medical officer authorized by the organization. അപ്പോ അതുപോലെ തന്നെ മെഡിക്കൽ എക്സാമിനേഷനിലൂടെ എന്താണ്, ഈ ഹെൽത്ത് നമ്മുടെ എന്താ എംപ്ലോയീസിന്റെ ഹെൽത്ത് നഷ്ടപ്പെടാതെ, ഹെൽത്തിനൊന്നും സംഭവിക്കാതെ, ഹെൽത്ത് നഷ്ടപ്പെടാതെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ആളുകളെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നതാണ് മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അവരുടെ ഹെൽത്തിനോ അല്ലെ, പേഷ്യൻസ് നോക്കുന്നുണ്ട്, സ്റ്റാമിന നോക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹെൽത്തിന് എന്തെങ്കിലും സംഭവിക്കാനായിട്ട് ഇടവരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും മെഡിക്കൽ എക്സാമിനേഷനിലൂടെ അങ്ങനെ സ്റ്റാമിനയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത രീതിയിൽ ആളുകളെ സെലക്ട് ചെയ്തെടുക്കുകയാണ് മെഡിക്കൽ എക്സാമിനേഷനിലൂടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇറ്റ് ഈസ് ജനറലി പെർഫോംഡ് ബൈ ദ ഓർഗനൈസേഷൻസ് വൺ ഫിസിഷ്യൻ അല്ലെ, മെഡിക്കൽ ഓഫീസറോ അല്ലെങ്കിൽ ഫിസിഷ്യനോ എന്തിനുണ്ടാകുന്നുണ്ട്, ഓർഗനൈസേഷന് ഉണ്ടാകുന്നുണ്ട്. ഫിസിഷ്യൻ വഴിയാണ് മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നത്. ഓർഗനൈസേഷൻ്റെതായിട്ടുള്ള ഒരു സ്വന്തമായിട്ടുള്ള ഒരു ഫിസിഷ്യൻ അവിടെ അവൈലബിൾ ആയിരിക്കും, ഓർഗനൈസേഷന് ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് റഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ. Selection procedure includes the step of the reference check and background verification for the purposes of revealing more information regarding the candidate. നമ്മൾ എന്താണ് റഫറൻസ് ചെക്കിലൂടെയും ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനിലൂടെയൊക്കെ കാൻഡിഡേറ്റിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. Organizations request the candidate for some reference from whom they can gain some more information. This information may be concerned with their background, character, working, etc. അപ്പൊ എന്താണ്, ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നതിലൂടെയും അതുപോലെ തന്നെ റഫറൻസ് ചെക്ക് ചെയ്യുന്നതിലൂടെയൊക്കെ നമുക്ക് എന്താണ് ബാക്ക്ഗ്രൗണ്ട് അറിയാൻ പറ്റും. അതുപോലെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ വർക്കിംഗ് കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അയാൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോ നേരത്തെയുള്ള കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവിടുത്തെ റഫറൻസ് ചെക്കിങ്ങിലൂടെയൊക്കെ അല്ലെ
എന്ത് ഡ്യൂട്ടീസ് ആണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ജോലിയാണ് അദ്ദേഹം അവിടെ ചെയ്തിരിക്കുന്നത്, കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ, ആ റെഫറൻസിലൂടെ നമുക്ക് അത് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. These references may include the employers of the candidate, people from educational institution of the candidate, or some other important people who know the candidate's attitude and skills. In India, references are not supported by to be of much importance due to their subjectivity, but they are an important sources of valuable information which cannot be obtained from any other sources. അപ്പോ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പറയുന്നത്, റെഫറൻസ് ചെക്കിങ്ങിലൂടെയൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും, ബാക്ക്ഗ്രൗണ്ട് ആയാലും ക്യാരക്ടർ എങ്ങനെയാണ്, അയാൾ നേരത്തെ വർക്ക് ചെയ്തിരിക്കുന്ന കമ്പനി ഏതാണ്, അത് എന്ത് വർക്കാണ് ചെയ്തിരിക്കുന്നത്, എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും നമുക്ക് റെഫറൻസ് ചെക്കിങ്ങിലൂടെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അയാളെ ക്യാരക്ടർ എങ്ങനെയാണ്, എന്തെങ്കിലും ക്രിമിനൽ എന്താണ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇതിനുള്ള റെഫറൻസ് ചെക്കിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് റെഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനിൽ പറയുന്നത്. അറിയാവുന്ന കാര്യങ്ങളാണ്. റെഫറൻസ് ചെക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് നോക്കാം. ഹയറിംഗ് ഡിസിഷൻസ് ഓർ അപ്രൂവൽ ബൈ appropriate authority. Finally, based on the above step, the appropriate candidate are recommended for selection by the personal department or selection committee may hold the responsibility of finalizing the candidate for the job. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്ന ഫൈനലൈസിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുക? ഒരു കമ്മിറ്റി അവിടെ ഉണ്ടാവും. ഓക്കെ, ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സെലക്ഷൻ കമ്മിറ്റി അവിടെ ഉണ്ടാവും. ഈ കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, കാൻഡിഡേറ്റിനെ ഫൈനൽ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇനി നോക്കാം, സംടൈംസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഹാവ് their own staff to recommend the candidate for final selection by the top management. നമുക്കറിയാം എന്താണ് ടോപ്പ് മാനേജ്മെന്റ്, മിഡിൽ മാനേജ്മെന്റ്, ലോവർ ലെവൽ മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള ലെവൽസുകൾ അല്ലെ. ആ ലെവൽസിൽ ടോപ്പ് മാനേജ്മെന്റിനോട് എന്ത് ചെയ്യുന്നുണ്ട്, റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, ഈ കാൻഡിഡേറ്റിനെ നമുക്ക് ഫൈനൽ ആയിട്ട് സെലക്ട് ചെയ്യാം എന്നുള്ളത് ഈ കമ്മിറ്റി അല്ലെ, സെലക്ഷൻ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ആർക്ക്? ടോപ്പ് മാനേജ്മെന്റിനോട് പറയുന്നു. ജനറലി ദ ഓർഗനൈസേഷൻ അസൈൻസ് ദ ഡിഫറെന്റ് അതോറിറ്റീസ് ടു അപ്രൂവ് ദ ഫൈനൽ സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ്. അപ്പൊ എന്ത് ചെയ്യുന്നത്, ഇത് റെക്കമെൻഡ് ചെയ്യുന്നതനുസരിച്ച് കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാനുള്ള അപ്രൂവലും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അസൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺ റിസീവിംഗ് ദ അപ്രൂവൽ the candidate are told about their selection in the organization and the requested to report to the concerned personnel. ഇനി നമ്മള് അപ്പൊ ഈ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാം. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ അപ്രൂവൽ ഒക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റിനോട് പറയോ അല്ലെ, സെലക്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ആളെ വന്ന് കണ്ടോളൂ, ഇന്ന ദിവസം വരൂ എന്ന് നമ്മൾ പറയാറുണ്ട് ഓർഗനൈസേഷൻ. ഈ ദിവസം വന്ന് ഇന്ന ആളെ കണ്ടോളൂ, കൺസേൺഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ ഒന്ന് കണ്ടോളൂ എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണ് നമ്മള് ഓർഗനൈസേഷനിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുന്നത്. ഇത്രയും പ്രൊസീജിയർ ആണ് വരുന്നത്. 1 to 6 വരെയുള്ള സ്റ്റെപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ് ഓർമ്മയുണ്ടോ? സ്ക്രീനിങ് ഓഫ് അപ്ലിക്കന്റ്, അപ്ലിക്കേഷൻ ഫോം ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെലക്ഷൻ ടെസ്റ്റ്. തേർഡ് വൺ സെലക്ഷൻ ഇന്റർവ്യൂസ്. Fourth one, medical examination. Fifth one, reference check and background verification. Sixth one, hiring decisions or approval by appropriate authority. No action, okay? Action, not on.
ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ പ്രിലിമിനറി ഇന്റർവ്യൂ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. വായിച്ചിട്ട് വരാം. പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ പറഞ്ഞിരിക്കുന്ന പാരഗ്രാഫ് പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് വായിച്ചിട്ട് വരാം. ഓക്കെ ഓക്കെ, നമുക്ക് അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇന്ന് പറഞ്ഞതിൽ ഡൗട്ട് വല്ലതും ഉണ്ടോ? ക്ലിയർ അല്ല എല്ലാ കാര്യങ്ങളും? വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, താങ്ക് യു.